ഞങ്ങൾക്ക് കാണുന്നത് സാറിനെ കാണുന്നുണ്ട്. പിന്നെന്താ യെസ്റ്റർഡേ ഈസ് ഹിസ്റ്ററി, ടുമോറോ ഈസ് മൈ ഹിസ്റ്ററി, അങ്ങനെ ഒരു ഇതാ കാണിക്കുന്നത്. ഓക്കെ 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 വെരി ഗുഡ്. മാസ്റ്റർ ഓഗ്വേന്റെ ടുമോറോ ഈസ് മിസ്റ്ററി ആണ്, മിസ്റ്ററി. യെസ്റ്റർഡേ ഈസ് ഹിസ്റ്ററി, ടുമോറോ ഈസ് മിസ്റ്ററി. മിസ്റ്ററി എന്ന് പറഞ്ഞാല് എന്താ മീനിങ് അറിയാമോ? യെസ്റ്റർഡേ ഈസ് ഹിസ്റ്ററി പറയുമ്പോ ഇന്നലെ ചരിത്രങ്ങളാണ്. ടുമോറോ ഈസ് മൈ മിസ്റ്ററി എന്ന് പറയുമ്പോ നിഗൂഢതയാണ്. മിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഗൂഢത. നമുക്ക് അറിയില്ലല്ലോ ടുമോറോ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ബിക്കോസ് ഇറ്റ് ഈസ് നമുക്ക് അറിയില്ല, നിഗൂഢമാണ്. ഓക്കെ. ആൻഡ് ടുഡേ ഈസ് എ ഗിഫ്റ്റ്. ടുഡേ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വൈ വി കോൾ ഇറ്റ് പ്രസന്റ്. നമ്മൾ പ്രസന്റേഷൻ കൊടുക്കാന്നൊക്കെ പറയില്ലേ, പ്രസന്റേഷൻ. നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിന് പ്രസന്റ് ചെയ്ത് കൊടുക്കാന്നും പറയാറുണ്ടല്ലോ. സോ ആക്ച്വലി ടുഡേ ഈസ് എ ഗിഫ്റ്റ്. ടുഡേ എന്ന് പറയുന്നതാണ് ശരിക്കും ഗിഫ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇന്നാണല്ലോ നമ്മൾ എൻജോയ് ചെയ്യുന്നത് ലൈഫിനെ. യെസ്റ്റർഡേ ഈസ് ഹിസ്റ്ററി, ടുമോറോ ഈസ് മിസ്റ്ററി, ആൻഡ് ടുഡേ ഈസ് എ ഗിഫ്റ്റ്. ഒരു വലിയ മെസ്സേജാണ്. ഇഷ്ടപ്പെട്ടൊരു മെസ്സേജ് കണ്ടപ്പോൾ ഒന്ന് എടുത്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതില് 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ. അപ്പൊ നമ്മള് ആ ഒരു വലിയൊരു മെസ്സേജ് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ വേർഡ്സും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമുക്കൊരു ജസ്റ്റ് ഒരു വാമപ്പ് ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ വെറുതെ എടുത്തിട്ടതാണ്. നമുക്ക് എന്തായാലും പലരും ജോയിൻ ചെയ്ത്, മറ്റുള്ളവരൊന്നും വന്നിട്ടില്ലല്ലോ. അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ഇപ്പൊ 5 പേരാണ് ഇത്. ഓക്കെ. അനൂപ് സാർ കേൾക്കുന്നില്ല കേട്ടോ, നിങ്ങളെ മൈക്ക് അവിടെ മ്യൂട്ടാണ്. അനൂപിന് സംസാരിക്കാം കേട്ടോ. കേൾക്കാം. അനൂപിനെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? ഗുഡ് ഈവനിങ്. സർ, മലയാളത്തിൽ മതിയോ? ഇംഗ്ലീഷിലായാലും കൂടുതൽ സന്തോഷം, മലയാളത്തിലായാലും സന്തോഷം. അനൂപ് സാറേ, ഞാൻ ആദ്യം മലയാളത്തിലാ പറഞ്ഞേ. 2ാമത്തെ ദിവസം ചോദിച്ചപ്പോ ഞാൻ ഇംഗ്ലീഷിലാക്കി. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഒരു ജിനു മുഹമ്മദ് ഒരു ഇൻസ്പിറേഷൻ ആണ് കേട്ടോ. ഇപ്പൊ സാറ് ചോദിച്ചു മൈസ്റ്ററിന്റെ അർത്ഥം അറിയാമെന്ന് ചോദിച്ചു. എനിക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡ് മതി ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അത് ഡിക്ഷണറി നോക്കാനേ. പക്ഷെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ വന്ന്. അതിലൊന്നും ഒന്നും നോക്കാനില്ല. സെൽഫ് ഇൻട്രൊഡക്ഷൻ തരാണ്. ഹലോ, മൈ നെയിം ഈസ് അനൂപ് from Kannur near Mattanur. I am working here in Muscat. Are you here? Hear me? Yeah. Audible. Welcome. Yeah. Okay. I am working in Muscat in oil and gas field as a draftsman, mechanical draftsman, related to designing piping like that. Yeah. My family is in കലാകാരനാണെന്ന് അർത്ഥം. Family also there? This is my first Zoom meeting. Okay. Before I can't attend that. Yeah. Okay. Very glad to. That's all. To hear from you. We are very happy to hear from you, Anup Kannoth. We are a very energetic team, but I missed yesterday those energetic people, so I was also a little bit worried in yesterday's class. Jinu Muhammad was not there. Amrita was not there. I think that is Amrita, no? Yes, Amrita is speaking now. Okay, Amrita, come on. She is joining. Yeah. Hi, Amrita. Hello, hi. Welcome, Amrita. Thank you. I think yesterday you are very busy. I think. Yeah, I was in my uncle's home. Yeah. Okay. If any Jinu? function is there? Yes, sir. Hello.
Jinu Muhammad was also absent yesterday. Yes, sir. There is some client need the yearly report. Okay. So In office. you were busy with preparing Yes, yearly report, preparing right? the report. Okay, nice. Anyway, we are very happy. Only all people are together, and if our journey is dynamic, we will have a wonderful experience. നമുക്ക് ഡൈനാമിക് ആയിട്ടുള്ള ആളുകളാണ് വരേണ്ടത്. അതായത് ജിനു നേരത്തെ പറഞ്ഞ ഒരു വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ജിനുവിനോട് ഇപ്പൊ ഞാൻ ചോദിച്ചു, യെസ്റ്റർഡേ ഇസ് എ ഹിസ്റ്ററി, ടുമോറോ ഇസ് എ മിസ്റ്ററി എന്ന് പറഞ്ഞ സമയത്ത് അതിന്റെ അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ചെയ്താൽ കിട്ടും, ഇറ്റ്സ് ഓൾ റൈറ്റ്. പക്ഷെ അറിയില്ല എന്ന് പറയാനുള്ള ഒരു ഗട്സ്, അതൊരു വലിയ സംഭവമാണ്. കാരണം അവിടെ മുതലാണ് നമ്മളുടെ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് വേണ്ടത്. അപ്പൊ അത് നല്ലൊരു ഇൻസ്പിറേഷൻ ആണ്. വെരി വെരി ഗ്ലാഡ്. പിന്നെ ഇത് ഞാനിങ്ങനെ ഒരു കൊട്ടേഷൻ കണ്ടപ്പോ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു കൊട്ടേഷൻ വെറുതെ എടുത്തിട്ടെന്ന് മാത്രമേ, ബട്ട് ഇറ്റ്സ് സോ മീനിങ്. സോ മാത്രമല്ല, നമ്മൾ മറ്റൊരു ലെവലിലേക്ക് കടക്കാൻ പോവാണ്. സോ വി ആർ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു പ്രാക്ടീസ്. ഈ പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് അസൈൻമെന്റ്, കുറച്ച് ആക്ടിവിറ്റീസും കൂടി നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്നത്തെ സെഷനില് പ്രധാനമായിട്ടുള്ള ഒരു ഭാഗം അത് തന്നെയാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ തന്നെ കോൺഫിഡൻസ് വരും. പ്രിപ്പയർ ചെയ്തെങ്കിലേ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. സോ നമ്മൾ ഒരാളോട് സംസാരിക്കണം. നമ്മളിങ്ങനെ നീന്തൽ പഠിക്കാന് നമ്മള് പോസ്റ്റൽ കോഴ്സ് കൊണ്ട് നീന്തം പഠിക്കാൻ പറ്റില്ലല്ലോ. അതല്ലെങ്കിൽ സൈക്ലിംഗ് നമ്മൾ ഇതുപോലെ ഒരു തിയറി പഠിച്ചുകൊണ്ടോ കുറച്ച് സെന്റൻസ് പഠിച്ചുകൊണ്ടോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം സ്വിമ്മിങ് എന്ന പോലെ തന്നെ ലേണിംഗ് ഇംഗ്ലീഷ്, ലേണിംഗ് എ ലാംഗ്വേജ് ഈസ് ഓൾസോ എ സ്കിൽ, ജസ്റ്റ് ആസ് യു ആർ ലേണിംഗ് ഹൗ ടു റൈഡ് എ ബൈസിക്കിൾ. ബൈസിക്കിൾ എങ്ങനെ പഠിക്കുന്നു എന്നതുപോലെ തന്നെ ഒരു സ്കില്ലാണ് ലേണിംഗ് എ ലാംഗ്വേജ്. സോ ഇറ്റ്സ് എ മാറ്റർ ഓഫ് പ്രാക്ടീസ്. We should be ready to fail. നമ്മൾ ഫോൾ ചെയ്യാൻ തയ്യാറാകാനുള്ള ആ ഗട്സ് നമുക്ക് ഉണ്ടാവണം. then only we will improve. അതിന് ഒരിക്കലും വീഴാൻ പാടില്ല എന്നുള്ള നിർബന്ധം പിടിച്ച ഒരാൾക്ക് ഒരിക്കലും വണ്ടി ഓടിക്കാൻ പറ്റില്ല. Similarly, even if you go wrong, there are so many people in this platform to support you. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സോ യു വിൽ ഹാവ് ദാറ്റ് ഫ്രീഡം ആൻഡ് കറേജ്. ഈ ഒരു കറേജ് നമുക്കുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുക. ഇപ്പൊ ഈ നോക്കിക്കോ, ജിനു മുഹമ്മദ് അല്ലെങ്കിൽ അനൂപ് ഒന്ന് ഇവിടെ തെറ്റിപ്പോവാണെങ്കിൽ ഉടനെ അമൃത വന്നിട്ട് സപ്പോർട്ട് ചെയ്യും. അമൃത ഈസ് റെഡി ടു പിടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. ദാറ്റ് ഈസ് അവർ എക്സ്പീരിയൻസ്. നമ്മള് വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നപ്പോഴും അങ്ങനെ തന്നെ നിങ്ങൾ പരസ്പരം ചെയ്യുമായിരുന്നു. ഇപ്പൊ രാജീവ് ഇടയ്ക്ക് കയറി വരും, മറ്റുള്ള ഓരോ മെമ്പേഴ്സും ഇങ്ങനെയല്ല ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ സപ്പോർട്ടീവ് ആയിരിക്കുമ്പോ വി ഡോണ്ട് ഫീൽ എനി ഫിയർ. നമുക്കൊരു ഫിയറിന്റെ ആവശ്യമില്ല. ബിക്കോസ് വി ആർ എ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്. സോ വി ആർ ഓൺ സച്ച് എ പ്ലാറ്റ്ഫോം. സോ ആ ഒരു ഫീല് ഉണ്ടായാൽ മതി, ആ ഒരു ധൈര്യം ഉണ്ടായാൽ മതി. ദാറ്റ് ഈസ് അവിടെയാണ് നമ്മളുടെ പ്രാക്ടീസും മാത്രമല്ല നമ്മളുടെ സെഷന്റെ ലൈവ്ലിനെസ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് എനിവേ ഈ ഒരു സംഭവം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമ്മള് അടുത്ത ഒരു ആക്ടിവിറ്റിയിലേക്ക് പോവാണ്. I had already mentioned that you have to keep a note. Class തുടങ്ങിയിട്ട് സമയം. Gradually we are getting നമ്മൾ ക്ലാസ്സിൽ തന്നെ കേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരും വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ? കാരണം ഇല്ല, മുന്നത്തെ എന്താ എനിക്ക് കിട്ടിയില്ലായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റ് ആയി തോന്നുന്നു. 35 അങ്ങനെ എന്തോ, 8:35. ഏതായിരുന്നു? യെസ്റ്റർഡേ ഈസ് ഹിസ്റ്ററി, ടുമോറോ ഈസ് മിസ്റ്ററി എന്ന് പറഞ്ഞില്ലേ? അതെന്തേലും ചെയ്യാണ്ടായിരുന്നു. അതൊരു ജസ്റ്റ് ഒരു വേർഡ്സ് ഇട്ടാണ് നമുക്കൊരു പ്രചോദനമാവാൻ വേണ്ടി. അത് നമ്മള് അനൂപിനൊന്ന് വിശദീകരിക്കാമോ? മലയാളത്തിലാണ് വിശദീകരിക്കുക. ഓക്കെ, മലയാളത്തിലെങ്കിൽ മലയാളം. അമൃതക്ക് മനസ്സിലാവും. മലയാളം ഒന്നും എനിക്ക് അറിയില്ല. അമൃത ഇസ് ആക്ച്വലി ബേസിക്കലി ഇംഗ്ലീഷ്.
അമൃത അഗ്രീഡ് ആണോ? അല്ല, അതിങ്ങനെയായിരുന്നു. ഞാൻ ജസ്റ്റ് പറയാം, ഞാൻ ഓർമ്മ വെച്ചിട്ട് പറയാം. അങ്ങനെ പറയരുത്. ഹലോ, ഓക്കെ. ഹലോ, അത് ആ വേർഡ്സ് ഇങ്ങനെയായിരുന്നു ഫസ്റ്റ് ഉണ്ടായത്. യെസ്റ്റർഡേയ്സ് ഹിസ്റ്ററി, പിന്നെ ടുമോറോ ഈസ് മിസ്റ്ററി, ടുമോറോ ഈസ് എ മിസ്റ്ററി, ടുഡേ ഈസ് എ ഗിഫ്റ്റ്. അങ്ങനെയായിരുന്നു ഉണ്ടായത്. അതിനുശേഷം ടുഡേ ഞാൻ മറന്നു. പ്രസന്റ് എന്തോ അല്ലേ? പ്രസന്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പ്രസന്റ് ഈസ് എ ഗിഫ്റ്റ്. അപ്പോ സാറ് എന്തെങ്കിലും അബ്സെന്റ് ആവുകയാണെങ്കിൽ അമൃതനെ പിടിച്ചിരുത്താം കേട്ടോ. അല്ല, ഞാൻ അങ്ങനെ ചോദിച്ചില്ല, ഞാൻ എന്തോ വായിച്ചപ്പോ അത് കിട്ടുന്നുണ്ട്. എല്ലാം അമൃത പറഞ്ഞത് കറക്റ്റ് ആണ്. പെട്ടെന്ന് ഞാനത് വായിച്ചതാണ്, പിന്നെ കൂടുതലൊന്നും പറയുന്നത് കേട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഞാനത് മിസ്സായോന്ന് ചോദിച്ചതാ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെ തന്നെ വേണ്ടത്. ഗിരീഷ് is there also. Girish is also there. Okay, Girish, you can speak. Girish is trying to say something. Okay, anyway, നമ്മള് മറ്റൊന്നുമല്ല, ഈ ഒരു കൊട്ടേഷൻ ഞാനൊന്ന് ജസ്റ്റ് ഒന്നിട്ട് ഒരു എൻട്രി ആക്ടിവിറ്റി എന്നുള്ളതിൽ ഇട്ടെന്ന് മാത്രം. സോ തുടങ്ങിയിട്ടില്ല, നമ്മൾ തുടങ്ങാൻ പോവാണ്. സോ I would like to know if you are ready with your notebook and pen. കയ്യിലൊരു പേനയും പേപ്പറും ഉണ്ടോ? Yes. Okay. Can you just draw? ഞാൻ നിങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പേജിൽ മാത്രമാണ്, ഒരു പേജ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവട്ടെ. ആൻഡ് പെൻ ഓൾസോ. I will give you some instructions. As per this instruction you have to do. ഞാൻ കുറച്ച് ഇൻസ്ട്രക്ഷൻ തരാൻ പോവാണ്, അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. ഡ്രോ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ വരയ്ക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് ഒരു ബിഗ് ട്രീ, ആ ട്രീയുടെ റൂട്ടാണ് വരയ്ക്കേണ്ടത്. ഒരു വലിയ മരത്തിന്റെ ഒരു റൂട്ട്. പ്ലീസ് ഡ്രോ ദ റൂട്ട് ഓഫ് എ ട്രീ. Done. ഓക്കെ, അത് ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വാട്ട് യു ഹാവ് ടു ഡു ഇസ് ടു ഡ്രോ സം ബ്രാഞ്ചസ്. അല്ല, അതിന്റെ തടിയും കൂടെ വരക്കണം, പിന്നെ കുറച്ച് ബ്രാഞ്ചസ് വരക്കണം, ദെൻ കുറച്ച് ലീവ്സ് വരക്കണം. ജിനു മുഹമ്മദ് ഒന്ന് സ്റ്റണ്ടായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സംഭവം തെറ്റിയോ ആർക്കെങ്കിലും? ഇല്ല, റൂട്ട് താഴെ. നമ്മൾ സാധാരണ മരമരക്ക് മുകളും താഴോട്ടായിരുന്നു വരക്കാറ്. ഇത് തിരിച്ചു, അത്രേ ഉള്ളു. റൂട്ട് താഴെ വരച്ചു. ഓക്കെ, that is what I mean by this activity. പലപ്പോഴും ഇതാണ് സംഭവിക്കാറുള്ളത്. നമ്മള് when we are not, അതായത് when we don't visualize the whole picture, ഒരു ഫുൾ പിക്ചർ നമുക്ക് വിഷ്വലൈസ് ചെയ്യുന്നില്ല. നമ്മൾ വെൽ പ്ലാൻഡ് അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കാൻ പറയുന്നു, പെട്ടെന്ന് ഇൻസ്റ്റന്റ്ലി വി ആർ ഡ്രോയിങ്. ഓക്കെ, അപ്പൊ ആ ഒരു തിരിച്ചറിവ് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആക്ടിവിറ്റി തന്നത്. വെരി ഗുഡ്. പിന്നെ ലീവ്സ് വരയ്ക്കാൻ പറയുന്നത് നോ സ്പേസ്. എന്തൊക്കെ മരം തന്നെയാണോന്ന് കൺഫ്യൂഷൻ ആണ് ഇപ്പൊ. പറഞ്ഞോളൂ സാർ. ഓക്കെ, വരച്ചതൊന്ന് കാണിക്കാമോ? ഓരോരുത്തരും വരച്ചതൊന്ന്. അമൃതയുടെ തിരുമുഖം ഒന്ന് കാണാമല്ലോ, ക്യാമറ ഒക്കെ ഓൺ ചെയ്താല്. അല്ല, എന്റെ മുഖം കാണിച്ചില്ല. ഗിരീഷിനെ കാണുമോ? ഗിരീഷിന് എനിക്ക് തോന്നുന്നു എന്താ അറിയോ, റേഞ്ച് കുറവാണെന്ന് പറയില്ലേ? ഇല്ല, ഞാൻ ഇടയ്ക്ക് ഞാനൊരു സാധനം തിന്നുന്നുണ്ട്, ഒരു ഗിഫ്റ്റ്. പ്രസന്റ് ഈസ് എ ഗിഫ്റ്റ്. ഞാനത് എന്നിട്ട് സാറിന് എന്തെങ്കിലും തോന്നുന്നു വിചാരിച്ചിട്ട് എന്റെ ചായ അവധി കുടിച്ചാണ് ഒഴിവാക്കി. കുടിക്കുന്ന ഞാൻ ആദ്യം കണ്ടു. യു ആർ മൈ എക്സാമ്പിൾ.
അപ്പോ അമൃത അശോക് ഓൾറെഡി ഗോൺ ഔട്ട് 2 times getting okay. ഹലോ ഓക്കെ ഹലോ എന്റെ കണ്ടില്ല. ഹലോ കാണിക്കണ്ടേ കാണാൻ? അമൃതയുടെ ഫേസ് കാണുന്നില്ല. കാണുന്നുണ്ടോ? ഇല്ല, ഫേസ് കാണുന്നില്ല. പിന്നെ നെറ്റിത്തടം മാത്രമേ കണ്ടുള്ളൂ. ആ സൂര്യനും കാണുന്നുണ്ട്. സെന്ററിൽ വെച്ചിരിക്കുന്ന ആ സോളാർ. അല്ല ഇതെന്താ? അപ്പൊ ഇങ്ങനെ നോക്കിക്കോ. 2 കണ്ണിനിടയിലുള്ള ആ സ്പേസ് കാണുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എന്ത് മരം ചോദിക്കരുത്, എന്ത് മരം ചോദിക്കരുത്. അങ്ങനത്തെ ഒരു മരം. I think that is Xmas tree. No man, this is from Amazon forest മാത്രം കണ്ടുവരുന്ന. Rare ആയിട്ട് കാണപ്പെടുന്നല്ലേ? ജിനു, അമൃത wanted to see your picture. കാവിലെ ദേവി വേണോ? അടിപൊളി. Wow, great. ജിനു മുഹമ്മദ് വെൽ പ്ലാൻഡ് ആണ്. എനിക്ക് അനുവേട്ടനെ കാണണം. അനുവേട്ടാ, ഞാൻ കാണിച്ചല്ലോ. ഒരു അരമണിക്കൂർ കണ്ടില്ല. അത് രണ്ടാമത് വരച്ചാണെന്ന് സംശയമുണ്ട്. ഓക്കെ ഞാൻ കണ്ടില്ല. ഹലോ ഹലോ ഓക്കെ, വെരി നൈസ്. അനുവേട്ടാ പൊളിച്ച്. ബ്രാഞ്ചസിന് കുറച്ചുകൂടെ സ്പേസ് വേണമെങ്കിൽ കൊടുക്കായിരുന്നല്ലേ? നമ്മളെ തല കഷണ്ടി പോലെ ആയോ? അതെ നമ്മള് സെയിം ആണ്, ബോത്ത് ഓഫ്. കട്ട് ചെയ്തതാ കേട്ടോ, കഷണ്ടി അല്ല. Me too. ചുമച്ച അറിയാതെ വന്നതാ സാറേ, അറിയാതെ ചുമ വന്നതാ. It's all right. Okay, thank you. So what I meant was, നമ്മൾ ഇങ്ങനെ ഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫുൾ പിക്ചർ വേണം. We have to visualize first of all that you are going to speak English, you are going to write English. First of all, you draw a picture of yourself. നിങ്ങളുടെ തന്നെ ഒരു പിക്ചർ നമ്മൾ 70 ഡേയ്സിന് ശേഷം എന്തായിരിക്കും? Where I will be standing, what will be my position as a speaker? So you draw a picture of yourself. നിങ്ങൾ സൗകര്യം പോലെ വീട്ടിൽ പോയിട്ട് നല്ല പോലെ നിങ്ങളുടെ ഒരു പിക്ചർ വരച്ചു വെക്കുക. അതോടൊപ്പം തന്നെ you have to write down what type of achievements you will be achieving by the time of 70 days. 70 days തീരുമ്പോഴേക്ക് നമ്മൾ എവിടെ എത്തിയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു വിഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിന്റെ ഒരു പിക്ചർ ഉണ്ടായിരിക്കണം, ഒരു വിഷൻ ബോർഡ്. നമുക്ക് എന്തായിത്തീരണം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിഷൻ നിങ്ങളുടെ മൈൻഡിൽ പകർത്തപ്പെട്ട് കഴിഞ്ഞാൽ, see what is going to happen is it will be manifested. അത് അതുപോലെ സംഭവിക്കാൻ പോവാണ്. ഞാൻ ഇത് എൻ്റെ സ്റ്റുഡൻസിൽ പലരെയും പരീക്ഷിക്കുകയും പിന്നെ ചില കുട്ടികളൊക്കെ സ്റ്റെതസ്കോപ്പ് വെച്ച് പിന്നെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന പിക്ചറൊക്കെ വരച്ചു വെച്ച കുട്ടികൾ ഇന്ന് ഞാൻ ഡോക്ടറായിട്ട് കണ്ടു. There are so many such students who visualized very well. Now they have reached their destination. അവരുടെ ലക്ഷ്യത്തിൽ എത്തി നിൽക്കുന്ന അവരെ ഞാൻ ഇപ്പോൾ കാണുന്നുണ്ട്. So that is what I also mean. You visualize, you draw your picture and keep it in a place where you can see every time. നിങ്ങളെ കുറിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ചേഞ്ച് ആയിരിക്കുന്ന നിങ്ങൾ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു, നല്ല പേഴ്സണാലിറ്റിയാണ്. എവറിബഡി വാണ്ടഡ് ടു ലിസൺ ടു യു, യുവർ സൗണ്ട്, യുവർ വോയിസ്, യുവർ ടോക്ക്, സോ ദേ ക്യാൻ എൻജോയ് ഇറ്റ് in such a position. If you want to reach, if that is your destination, you can first draw a picture of yourself and keep it always. Every day have a look at it. Every day have a look at it. ദിവസം ഒരു പ്രാവശ്യം നിങ്ങൾ കാണുക. So magic will happen to you. നമ്മള് മുതുകാടാവുന്നല്ല പറഞ്ഞത്. മാജിക് is you will be reaching your destination.
ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇറ്റ് വാസ് ഓൾസോ ആൻ എൻട്രി ആക്ടിവിറ്റി. നമ്മുടെ പ്രോഗ്രാം നമ്മുടെ വിഷയത്തിലേക്ക് വരാൻ പോകുന്നതാണ്. So I would like to show you who are successful people and who are unsuccessful people. Now you can see the image, a picture. നമുക്ക് successful ആയ people, what all qualities they have, and unsuccessful people, what all qualities they have. Just read it. ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ പോയിന്റിനെ ഒന്ന് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞോളൂ. എവിടെയാ? ഞാൻ കാണുന്നില്ലല്ലോ. സ്ക്രീന് കാണുന്നില്ല? ഇല്ല. Screen? Okay. Then I will show you. I will stop. I will do it again. Once again. One minute. You can just wait. Okay. Now you can see. Yeah. What is visible? Panda കാണുന്നത്? Yesterday is history, tomorrow is a mystery. ആദ്യം കാണിച്ചു തന്നെ. Okay, today is a gift. ഒന്നും കാണുന്നില്ല സാറേ. ഒന്നും കാണുന്നില്ല. That's why. സാറിന് മാത്രം കാണുന്നുണ്ട്, മറ്റുള്ളവരൊന്നും കാണുന്നില്ല. സ്ക്രീന് കാണുന്നുണ്ടല്ലോ. ഇവിടെ ലെറ്റേഴ്സ്, വേർഡ്സ്. I can hear. I can see. Successful people, unsuccessful. Can you see this now? Successful people, unsuccessful. Yeah. Okay, can you take out one point? Each one take one point and you can just say who are എങ്ങനെയാണ് സക്സസ്ഫുൾ പീപ്പിൾ ആരൊക്കെയാണ്, അൺസക്സസ്ഫുൾ പീപ്പിളിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അവരിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, അവരിൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞാൽ മതി. അതായത് സക്സസ്ഫുൾ പീപ്പിളിൽ ഒന്ന് എടുക്കുക, അതുപോലെ അൺസക്സസ്ഫുൾ അങ്ങനെയാണോ? യെസ്. ഒന്ന് എടുത്തിട്ട് ഓരോരുത്തർ ഓരോന്നും ജസ്റ്റ് വായിച്ചാൽ മതി. നിങ്ങളോട് ചോദിക്കട്ടെ ഞാൻ, കീപ്പ് എ ജേർണൽ. സക്സസ്ഫുൾ പീപ്പിൾ കീപ്പ് എ ജേർണൽ അല്ലേ? നിങ്ങൾ ജേർണൽ കീപ്പ് ചെയ്യാറുണ്ടോ? അതായത് ഒരു നോട്ട് ബുക്ക്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്തു, ഡയറി. ഡയറി. ഓക്കെ, ഡയറി അല്ലെങ്കിൽ നോട്ട് ബുക്ക്, നിങ്ങൾ ഒരു ജേർണല് നിങ്ങൾ കീപ്പ് ചെയ്യുക. ഓരോ ഡേയിലും ഇപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊന്ന് ജേർണലിൽ ഇന്ന് കിട്ടിയ കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതെന്താ വെച്ചാല് നമ്മൾ അതല്ല ഭംഗിയായിട്ട് കീപ്പ് ചെയ്യണം. ആ ജേർണൽ നമുക്ക് ഇഷ്ടത്തോടു കൂടി കൊണ്ടു നടക്കണം. അത് നമ്മളുടെ ഈ ജേർണലിൽ എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിലും കൂടെ പതിയും. അപ്പൊ അതൊരു നല്ലൊരു ഹാബിറ്റ് ആണ്. ഇറ്റ്സ് എ ഹാബിറ്റ് ഓഫ് സക്സസ്ഫുൾ പീപ്പിൾ. ഇത് നമ്മള് പിന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലോകത്തെ അറിയപ്പെട്ട വ്യക്തികളുടെ ഹിസ്റ്ററി പഠിച്ചതിന് ശേഷം തയ്യാറാക്കിയ ഒരു സാധനമാണ്. അപ്പൊ അതില് വളരെ പ്രധാനപ്പെട്ട ഒരു ഹാബിറ്റ് ആണ് കീപ്പ് എ ജേർണൽ. മറ്റൊന്നും ആർക്കെങ്കിലും ഒരാൾക്ക് പറയാമോ? പറഞ്ഞോളൂ. അമൃത ഒന്ന് പറഞ്ഞു. സക്സസ്ഫുൾ ഷെയർ ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റ. ഷെയർ ഇൻഫർമേഷൻ. യെസ്, നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഒരാൾക്ക് ഷെയർ ചെയ്യുന്നു. വെരി ഗുഡ്. അമൃത ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. വെരി ഗുഡ്. ബിക്കോസ് യു നോ യെസ്റ്റർഡേ നമ്മുടെ വാട്സപ്പ് പ്ലാറ്റ്ഫോമിൽ ചിലരൊക്കെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അമൃത അയാളെ ഗൈഡ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ വാട്ട് എവർ അമൃത നോ, അമൃത ഈസ് റെഡി ടു ഷെയർ. സോ വാട്ട് ഹാപ്പൻസ്, അവളുടെ നോളജ് എക്സ്പാൻഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഗുണം കിട്ടുന്നു. അതോടൊപ്പം അവര് വളരുന്നു എന്നുള്ളതാണ്. അമൃതയും കൂടെ വളരുന്നു എന്നുള്ളതാണ്. സോ ഷെയർ ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റ. സോ വാട്ട് എവർ ഐ നോ ഐ എം ഗോയിങ് ടു ഷെയർ ടു യു ഓൺലി ബിക്കോസ് ഐ വാണ്ടഡ് ടു ബി സക്സസ്ഫുൾ. നമ്മള് വെറുതെ ഒരു അറിവ്, നിന്റെ കയ്യിൽ ഒരുപാട് അറിവുണ്ട്, പക്ഷെ അത് ആർക്കും ഞാൻ ഷെയർ ചെയ്യാൻ തയ്യാറില്ലെങ്കിൽ ഈസ് ഇറ്റ് ഓഫ് എനി യൂസ് ടു എനിബഡി? നശിച്ചു പോകും. ഒരു കാലത്ത് ഞാനൊക്കെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. കാരണം നമ്മൾ ഇത്ര കാലം റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ ഇനി ഗിവ് ചെയ്യണം. നമ്മൾ നൽകുക എന്ന ഒരു ഹാബിറ്റിലേക്ക് മാറേണ്ടതുണ്ട്.
അപ്പൊ നമുക്ക് അപ്ലോഡ് ചെയ്യണം തോന്നി. അങ്ങനെ എടുത്തിട്ട് എന്താ തോന്നുന്നത് വെച്ചാൽ അപ്പഴേ ചെയ്യും. അത് പിന്നീട് ഇങ്ങനെ റിഫൈൻ ചെയ്ത് മോഡിഫൈ ചെയ്ത് ഒന്നുകൂടെ നന്നാക്കി കൊണ്ടുവരിക. അങ്ങനെയാണ് ഇപ്പൊ നിങ്ങളുടെയൊക്കെ മുമ്പിൽ എത്തിയത്. ഇത്രയും പവർഫുൾ ആയിട്ടിരിക്കുന്ന ജിനു മുഹമ്മദിനെയും അനൂപ് കണ്ണോത്തിനെയും അമൃത അശോകിനെയൊക്കെ കാണാൻ പറ്റിയത്. അല്ലെങ്കിൽ ആര് മൈൻഡ് ചെയ്യും നമ്മളെ ഈ അറിവുണ്ടെന്ന് പറയുന്ന ഒരു മൂലക്കൽ ഇരുന്ന് കഴിഞ്ഞാല്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോ വെരി ഗുഡ്. അമൃത ചൂസ് ചെയ്തൊരു നല്ല ഒരു സംഭവമാണ്. ഓക്കെ, ഇനി ജിനു പറയട്ടെ, അനൂപ് കണ്ണോത്ത് പറയട്ടെ. എനിക്കതിൽ നോക്കിയിട്ട് കുറച്ചൊരു ഇത് തോന്നുന്നേ, forgive others. Forgive others. Wow, very good, very good. നല്ലൊരു ക്വാളിറ്റിയാണ്. സക്സസ്ഫുൾ പീപ്പിളിന്റെ ഒരു നല്ലൊരു സ്വഭാവമാണ് forgive others. ഫർഗീവ്നെസ് മറ്റുള്ളവർക്ക് നമ്മൾ പുറത്തു കൊടുക്കുക എന്ന ഒരു ശീലം. അതായത് ഒരാള് ചിലപ്പോ നമ്മളെ പ്രോഗ്രാമിന് ചിലപ്പോ വൈകി വന്നു, ഞങ്ങളൊക്കെ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നില്ല എന്നിട്ട് 2 ഇടിയും കൊടുക്കും, നമ്മള് വേണ്ട ചീത്തയും പറയും, തെറി വിളിക്കും. ഞങ്ങൾക്കൊക്കെ ഒന്ന് അവസരമില്ല, നിങ്ങൾ എന്ത് മനുഷ്യനാന്നൊക്കെ പറഞ്ഞു. വേണ്ട, നമ്മൾ forgive, we have to forgive others. മറ്റുള്ളവർ നമ്മൾ forgive ചെയ്യുന്നു. ഓക്കെ, വെരി ഗുഡ്. വേറെ വരട്ടെ. സാറേ ഇതിൽ വന്നിട്ട് ആക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ഇല്ല എടുക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ അതില് ഒന്നും പിന്നെ ബാക്കി അങ്ങോട്ട് കാര്യമില്ല. റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള ചിലപ്പോ അതിന്റെ ഭാഗമായിട്ടായിരിക്കും നമ്മളിപ്പോ ഇങ്ങനെ കാണുന്നത്, സംസാരിക്കുന്നത്. Yes, of course. We are getting ready to take up the responsibility because this society needs people who are excellent in communication. Society want something from us, so we need to expand our communication not to our local people but to people in all over the globe, across the globe. So it's a great opportunity, right? അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ആരാ പറയാത്ത? ഗിരീഷ് അതിന്റെ ഇടയ്ക്ക് വീണ്ടും ഔട്ടായി പോയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു പക്ഷേ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കും സാർ. കഴിഞ്ഞ ദിവസം കണ്ടതിൽ എത്ര ക്ലിയർ ഇല്ലല്ലോ. Really, because you know that is because of the background. ഞാൻ സൂമിൽ ചെയ്ത ഒരു ബാക്ക്ഗ്രൗണ്ടിന്റെ ഇഫക്റ്റ് കൊണ്ടാണ് ക്ലിയർ ആവാത്തത്. അതായത് ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ വേറെ എന്താണ്? 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലിമെന്റ്. അതുപോലെ തന്നെ സാർ ഈ കണ്ടിന്യൂസ്ലി ലേൺ. യെസ്, കണ്ടിന്യൂസ്ലി ലേൺ. നമ്മൾ ഇപ്പോഴും പഠിക്കാനുള്ള ഒരു ജിജ്ഞാസ. യെസ്, ലൈഫ് ലോങ് ലേണിംഗ്. അത് ശരിക്ക് ഗ്രോ ചെയ്യുന്ന വ്യക്തികളുടെ ഒരു സ്വഭാവമാണ്, ശീലമാണ്. പിന്നെ കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുന്നത്. അല്ലാത്തവരെന്ത് ചെയ്യും, ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ അതിലങ്ങ് ഒതുങ്ങിപ്പോവും. പിന്നെ അവന്റെ ശമ്പളമായി, അവന്റെ ജീവിതമായി. ബട്ട് വി ആർ ഗ്രോയിങ്, so we are changing, so we are continuously learning, right? So that is a very good thing. Okay, nice. ഇപ്പൊ നമുക്ക് അടുത്തത് ഈ എക്സ്യൂഡ് ജോയ് ഇല്ലേ, അതെന്താ? അത് എനിക്കറിയില്ല, മീനിങ് എന്താ അറിയില്ല. അത് എനിക്കറിയാം, ഞാനിങ്ങനെ നോക്കുന്നുണ്ട് സാറ് പറയായിരിക്കും. എക്സ്യൂഡ് ജോയ് അതെ അൺസക്സസ്ഫുൾ പീപ്പിളിലും ഉണ്ട് ഈ എക്സ്യൂഡ് ആങ്കർ. അപ്പൊ എക്സ്യൂഡ് രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അപ്പൊ അത് എക്സ്പ്രസ് എന്നാണ് ആയിരിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഒന്ന് ചെയ്തോട്ടെ, ഒറ്റ മിനിറ്റ്. എന്നെ സംബന്ധിച്ച് ഞാനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നോക്കിയിട്ടില്ല ആ ഒരു വിഷയം. ഡിസ്ചാർജ് എന്നാണ്. ഡിസ്ചാർജ് ചെയ്യാന്ന്, അതായത് ജോയിയെ, സന്തോഷത്തെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യാം, ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇപ്പൊ എനിക്കൊരു സന്തോഷമുണ്ട്, സെലിബ്രേറ്റ്. ജോയ് ഷെയർഡ് ഈസ് ജോയ് ഡബിൾഡ് എന്ന് പറയാറുണ്ട്. നമ്മളൊരു സന്തോഷം ഷെയർ ചെയ്ത് കഴിഞ്ഞാല് ആ സന്തോഷം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ്. ഇനി എനിക്ക് തോന്നുന്നു നമ്മള് ഒരു പക്ഷെ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി, ഒരു അസൈൻമെന്റ് തരാനുണ്ടായിരുന്നു. നമ്മള് നമ്മൾ ഒരുപാട് സമയം ഇവിടെ നിർത്തും തോന്നുന്നില്ല.
ഒരു 10 മിനിറ്റ്സും കൂടെ തരുള്ളൂ. ഓക്കെ, അൺസക്സസ്ഫുൾ പീപ്പിളിന്റെ ആണെങ്കിലോ? അതില് ഞാൻ ആദ്യം പറയണെന്നുണ്ടെങ്കിൽ എന്റെ ഏറ്റവും വലിയൊരു നെവർ സെറ്റ് bad habit, ആയിരിക്കും. exude anger. എക്സ്യൂഡ് ആങ്കർ. ഒരു മിനിറ്റ്. അതെ അതെ സെയിം. പക്ഷെ അവിടെ ശരിക്ക് നമുക്കിപ്പോ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അങ്ങ് പ്രകടിപ്പിച്ചിട്ട് അസഭ്യമായിട്ട് അങ്ങ് പ്രകടിപ്പിക്കാൻ പറ്റുമോ? റൂഡായിട്ട് ഇല്ല. പറ്റില്ല. അത് ഒരുപാട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്റെ ഏറ്റവും മൈനസ് പോയിന്റ് ആയിരുന്നു. ഓക്കെ. പക്ഷെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യണം കേട്ടോ, അത് ശരിയാണ്. ഡിസ്ചാർജ് ചെയ്യണം. കാരണം നമ്മളത് സപ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡിയെ തന്നെ ബാധിക്കുന്നുള്ളതാണ്. അറ്റാക്ക്. അതെ, എവിടെന്നെങ്കിലും രണ്ടെണ്ണം കിട്ടുമ്പോ നന്നാവെന്ന് വിചാരിച്ചിരുന്നു, എന്നിട്ടും കാര്യമില്ല. അപ്പൊ ഓക്കെ, കല്യാണം കഴിച്ചതിന് ശേഷം റെഡി അത് ആയിട്ട് നമ്മളെ തന്നെ നശിപ്പിക്കുള്ളൂ വെറുതെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ. അല്ല, ഈ അൺസക്സസ്ഫുൾ പീപ്പിളില് വേറൊരു പോയിന്റ് ഉണ്ട്, ഈ ഫിയർ ചേഞ്ച്. അത് ആർക്കെങ്കിലും ഉണ്ടോ? ഫിയർ ചേഞ്ച്, മാറ്റത്തെ ഒരു പേടി. മീൻസ് ഈ മീറ്റിംഗിൽ ഇപ്പം പങ്കെടുക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു പേടിയില്ലേ? അതെനിക്കുണ്ട്. നിങ്ങൾക്കുണ്ടോന്ന് അറിയില്ല. എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ എല്ലാവരും ഏകദേശം നമ്മളൊക്കെ ഒരേ കാറ്റഗറി ഒന്ന് മനസ്സിലായാലും പിന്നില്ല. ഓക്കെ. ശരിക്കും എല്ലാവരും അങ്ങനെ തന്നെ ആണല്ലോ സത്യത്തില്. പക്ഷെ പലരുടെയും മനസ്സങ്ങ് സമ്മതിച്ചു കൊടുക്കത്തില്ല എന്നുള്ളതാണ് പ്രോബ്ലം. കാരണം എന്താ അറിയോ, നമ്മളിപ്പോ കുറച്ച് ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്ട്രെങ്ത് നമുക്ക് ഉണ്ടാവും. എനിക്കുള്ള സ്ട്രെങ്ത് ആയിരിക്കില്ല അനൂപിന് ഉണ്ടാവുന്ന സ്ട്രെങ്ത്. മുഹമ്മദിന്റെ സ്ട്രെങ്ത് മറ്റൊരു ഏരിയ ആയിരിക്കും, അമൃതയുടെ സ്ട്രെങ്ത് വേറൊരു ഏരിയ ആയിരിക്കും. സോ ബിക്കോസ് ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഇസ് യുണീക്ക്. ഓരോരുത്തരും യുണീക്ക് ആണ്. അപ്പൊ ഓരോരുത്തരുടെയും സ്ട്രെങ്ത് ഡിഫറെന്റ് സ്പേസിലായിരിക്കും. പക്ഷെ നമ്മൾ എന്താ വെച്ചാല് ഇതിനു മുമ്പ് ഒന്ന് ട്രൈ ചെയ്തിരുന്നു ഇതുപോലെ ക്ലാസ്സിൽ. ഇപ്പോഴൊന്നല്ല, ഒരുപാട് മുമ്പ്. അപ്പോ വർഷം മുൻപ്. അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മൾ കഴിയുന്നില്ല. അതുപോലെ ഫേസ് ടു ഫേസ്, അതുപോലെ അറിയാത്ത കുറെ ആളുകളെ കൂടെ, അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ നമുക്കൊന്നും അറിയില്ല എന്ന് വിചാരിച്ച് ഇങ്ങ് വന്നു. അതിന്റെ ഇംഗ്ലീഷ് എന്തായിരുന്നു സാർ പറയാ? സഭാകമ്പത്തിന് ഇംഗ്ലീഷ് സഭാകമ്പം. സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറയാം. സ്റ്റേജ് ഫ്രൈറ്റ്, ഫിയർ എന്നും വേണമെങ്കിൽ പറയാം. ഓക്കെ, സ്റ്റേജ് ഫ്രൈറ്റ് എന്നാണ് പ്രോപ്പർ. അതായത് പിന്നെ അതെന്താന്ന് വെച്ചാല്, അത് നമ്മളെ പാസ്റ്റ് ലൈഫിൽ നമ്മൾ അനുഭവിച്ച മറ്റുള്ളവരിൽ നിന്ന് കേട്ട സംഭവങ്ങളൊക്കെ വെച്ച് നമുക്കൊരു ധൈര്യക്കുറവാണ് സത്യത്തിൽ. കാരണം നമ്മൾ ഒരു മിസ്റ്റേക്ക് പറ്റി. സോ വെൻ ഐ വാസ്, നമ്മൾ 10ാം ക്ലാസ് പഠിക്കുന്ന ടൈമില് ഐ ഡിഡ് എ മിസ്റ്റേക്ക് while solving a problem in mathematics. So the mathematics teacher said, criticized me. ഒരുപാട് പിന്നെ ദേഷ്യപ്പെട്ടപ്പോ എനിക്ക് തോന്നി ഞാൻ ചെയ്യണമെന്ന് ശരിയല്ല. സോ ഐ എം നോട്ട് ഗോയിങ് ടു ബിക്കം എക്സലന്റ് ഇൻ മാത്തമാറ്റിക്സ് എന്നൊരു ഫീലിംഗ് എൻ്റെ വന്നു കഴിഞ്ഞു. സോ വെനെവർ ഐ ആം ഫേസിങ് മാത്തമാറ്റിക്സ് ഐ വിൽ ഫെയിൽ. ഐ എം നോട്ട് കോൺഫിഡൻറ്റ്. എൻ്റെ മനസ്സിലൊരു ചിത്രം വന്നു കഴിഞ്ഞു, ഇതെനിക്ക് പറ്റുന്ന പണിയല്ല. സോ ദാറ്റ് ഈസ് ദ പ്രോബ്ലം. അപ്പൊ ചേഞ്ചിന് ഓക്കെ. അപ്പൊ നമ്മള് വിഷയം എനിക്ക് തോന്നുന്നു വെരി ഗുഡ്. നിങ്ങൾ ഓരോരുത്തരും വളരെ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ ഇന്നൊരു ചെറിയൊരു ആക്ടിവിറ്റി നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ നോട്ട്ബുക്കും പേനയും എടുത്തിട്ടുണ്ടല്ലോ, അതിന് മുമ്പ് ഒരു ചെറിയ സ്ലൈഡും കൂടെ കാണിക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് വായിക്കാമോ നിങ്ങൾ? അതായത് നിങ്ങൾ വായിക്കേണ്ടത് എന്താന്ന് വെച്ചാല്, നോട്ട് ദ കളർ, യു ഹാവ് ടു റീഡ് പിന്നെ കളർ ഓഫ് ദ, സോറി, നോട്ട് ദ ലെറ്റേഴ്സ്, യു ഹാവ് ടു റീഡ് ദ കളർ. Read aloud as quickly as possible the color in which സ്ക്രീനിൽ കാണുന്നില്ലേ? ക്ലിയർ ഇല്ല. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ ഗ്രീൻ എന്നാണ് എഴുതിയിട്ടുള്ളത്, ഗ്രീൻ ആണ് എഴുതിയിട്ടുള്ളത്, പക്ഷെ ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ഓറഞ്ച് കളർ, റൈറ്റ്? Orange, yes. So I have to read it orange, then red, green. അതുപോലെ ഒന്ന് വായിച്ച, അതായത് എഴുതിയ ലെറ്റേഴ്സ് അല്ല വായിക്കേണ്ടത്, യു ഹാവ് ടു റീഡ് ദ കളേഴ്സ്. ഒന്ന് ട്രൈ ചെയ്യാമോ? ഒരു 2 ലൈൻസ് ഓരോരുത്തരും ട്രൈ ചെയ്യും. ഓക്കെ അമൃത, സ്റ്റാർട്ട്. ഓറഞ്ച്, റെഡ്, ഗ്രീൻ, യെല്ലോ,
ഓറഞ്ച്. അതേതാ കളർ എനിക്കറിയില്ല കളർ. ഓക്കെ ഓക്കെ അത് ഓറഞ്ച് കളർ. ഓക്കെ യെല്ലോ ആണ് രണ്ടും യെല്ലോ സാർ. ഓറഞ്ചിന്റെ യെല്ലോയുടെ ഡാർക്ക് യെല്ലോ ആണ് വരുന്നത്. അല്ലെ ഫസ്റ്റ് ഗ്രീൻ എഴുതിയ കളർ ഏതാ? മിക്സോ മറ്റോ അത് ഓറഞ്ച്. ചെറിയൊരു മിക്സിംഗ് ഉണ്ട്. ഓക്കെ ഓക്കെ ലീവ് ഇറ്റ്. അടുത്ത ലൈൻ നോക്കൂ. അടുത്ത ലൈൻ, നെക്സ്റ്റ് ലൈൻ. റെഡ് ഗ്രീൻ യെല്ലോ റെഡ്, yellow, ഗ്രീൻ യെല്ലോ റെഡ് ഓറഞ്ച് വൈറ്റ്. ഓറഞ്ച് യെല്ലോ വൈറ്റ്. ഓക്കെ, വായിക്കുമ്പോ ചെറിയൊരു പ്രയാസം ഉണ്ട് അല്ലെ? ഇതിലെന്താന്നറിയോ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫിയർ ചേഞ്ച് എന്ന് പറഞ്ഞ സാധനം. ഫിയർ ചേഞ്ച് എന്ന് പറഞ്ഞില്ലേ? ശരിക്ക് നമ്മൾ ശീലിച്ചു പോയ ഒരു സാധനമുണ്ട്. നമുക്ക് ലെറ്റേഴ്സ് വായിച്ചിട്ടുള്ള ഒരു ശീലമുള്ളവർക്ക് പെട്ടെന്ന് ഇതങ്ങനെ ലെറ്റേഴ്സ് വായിക്കാനായിരിക്കും ഈസി. യെസ്. കൂടുതൽ ലോജിക്കൽ മൈൻഡ് യൂസ് ചെയ്യുന്നവർക്ക് എപ്പോഴും അത് ഈസി ആയിരിക്കും. കാരണം ശീലിച്ചതേ അവർ ചെയ്യൂ. പുതിയൊരു മാറ്റം വരുന്നതിന് പ്രയാസം. യെസ്, ഞാൻ പൊതുവെ ഇങ്ങനെ കാണിക്കാറുണ്ട്. അടിപൊളി എക്സാം. ഞാൻ ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് കാണിക്കും, ഇതുപോലെ കൈ. അതുപോലെ ഇങ്ങനെ വലത് പോയിക്കൊണ്ട് ഇങ്ങനെയും കാണിക്കാം. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കൂ, റൈറ്റ് ലെഫ്റ്റ് ഇങ്ങനെ ഷിഫ്റ്റ്. അതായത് ലൈക്ക് കണ്ടില്ലേ? ലെഫ്റ്റ് സൈഡ് ഞാൻ ലൈക്ക് അടിക്കുന്നു, മറ്റൊരു തരത്തിൽ ഞാൻ ലൈക്ക് അടിക്കുന്നു വലത് കൈ കൊണ്ട് ഇങ്ങനെ. ഇനി ഞാൻ അത് ഷിഫ്റ്റ് ചെയ്യാണ്. ഷിഫ്റ്റിംഗ് മൈ പെട്ടെന്ന് നടക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് എങ്ങനെ? സോ യു ഹാവ് ടു ശരി, പെട്ടെന്ന് കഴിയൂല. ഓക്കെ,